ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കാവിലാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഈ കാവ് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലുള്ള താണ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ കാവിൻ്റെ പേര് കരുവള്ളി ശ്രീ കൂറുമ്പ ഭഗവതി കാവ് എന്നാണ്. അപ്പോൾ ഈ കാവിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ദൈവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു വടക്കൻ ജില്ലകളിൽ നമ്മൾ മെയിനായിട്ട് കേട്ടുവരുന്ന പൊട്ടൻ ദൈവം, ഗുളികൻ, അതുപോലെ വിഷ്ണുമൂർത്തി, അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ ഇവിടെ കുടികൊള്ളുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ അതും മാത്രമല്ല, ഇതിൻ്റെ ചുറ്റുമായിട്ട് കുറേ കുങ്കുമത്തിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മരത്തിൻ്റെ പൂവുകൾ, കുങ്കുമത്തിൻ്റെ പൂവുകളെല്ലാം പൊഴിഞ്ഞു വീഴുന്ന ഒരു സമയമാണ് തോന്നുന്നു. അമ്പലത്തിൻ്റെ പുറകു സൈഡിലായിട്ട് കുറേ കുങ്കുമത്തിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ടായിരുന്നു. പിന്നെ കണ്ടല്ലോ, ഇതുപോലെ ഫുള്ള് ഇങ്ങനെ തൂക്കുവിളക്കൊക്കെ ഇട്ടിട്ട് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ സമയത്തെല്ലാം ഒത്തിരി ആളുകൾ, അതായത് ഇവരുടെ ദേശത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാവിലെ ഉത്സവമാണ്. അത് വളരെ ഗംഭീരമായിട്ടാണ്, ഒരു 3-4 ദിവസത്തെ ഉത്സവമായിട്ടാണ് ഇവരിത് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉത്സവം വരുന്നത് മാർച്ച് മാസത്തിലാണ്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ട് കാണുന്ന ആ ഒരു ഏരിയയിലാണ് ഇവരുടെ തീച്ചാമുണ്ടി ദൈവം കെട്ടിയാടുന്നത്. അപ്പോൾ തീച്ചാമുണ്ടി ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കനലാക്കിയിട്ട് അതിൽ ചാടുന്ന ദൈവത്തിനെയാണ് തീച്ചാമുണ്ടി ദൈവം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ എല്ലാ വർഷവും തീച്ചാമുണ്ടി തെയ്യം കെട്ടിയാടുന്ന ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഒരു കരുവള്ളി ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രം. പിന്നെ അങ്ങോട്ടൊക്കെ കാണുന്ന ആ ഏരിയയിൽ അത് ഗുരുസ്ഥാനാണ്. എല്ലാ ദിവസമൊന്നും അമ്പലങ്ങൾ, ഇതുപോലുള്ള കാവുകൾ ഇവിടെ തുറക്കാറില്ല. അതായത് നമ്മുടെ തെക്കൻ ജില്ലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അമ്പലങ്ങളെല്ലാം ദിവസവും തുറന്ന് നമുക്ക് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് തെയ്യക്കോലങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്ന കാവുകളൊന്നും ദിവസങ്ങളൊന്നും തുറക്കാറില്ല. അതായത് ഇവരിവിടെ സംക്രമ ദിവസം എന്ന് പറയും. ആ ദിവസങ്ങളിലൊക്കെയാണ് മെയിനായിട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം തുറന്ന് പൂജയും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. പിന്നെ ഇവിടുത്തെ ഓഫീസിൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ദേവിയുടെ മംഗലം എന്നാണ് പറയുന്നത്. അതൊക്കെ മെയിനായിട്ട് വരുന്നത് മാർച്ച് 5, 6, അതായത് ഈ വർഷത്തെ ഉത്സവം എന്ന് പറയുന്നത് മാർച്ച് 5, 6, 7, 8 എന്നീ ദിവസങ്ങളിലാണ്. അപ്പോൾ അതിൽ ഇവിടെ മെയിനായിട്ട് വരുന്ന തെയ്യങ്ങളെന്ന് പറഞ്ഞാൽ ഖണ്ഡകർണം തെയ്യമുണ്ട്, അതുപോലെ വിഷ്ണുമൂർത്തി വന്നാൽ തീച്ചാമുണ്ടി തെയ്യം, ഗുളികൻ തെയ്യം, പൊട്ടൻ ദൈവം, അതുപോലെ ഭഗവതി തെയ്യം, അങ്ങനെ ഒരു 8-9 തെയ്യങ്ങളാണ് ഈ വർഷം ഈ അമ്പലത്തിൽ തെയ്യക്കോലങ്ങളായിട്ട് കെട്ടിയാടുന്നത്. പിന്നെ നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ വശത്തായിട്ടും ഒരു 3-4 കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളിലെ പ്രതിഷ്ഠ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഗുളികൻ ദൈവത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദൈവങ്ങൾ, ഇപ്പോൾ നമ്മൾ ശിവൻ, വിഷ്ണു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഓരോ ദൈവങ്ങളുടെയും, ഇപ്പോൾ ഖണ്ഡകർണം ദൈവം എന്ന് പറഞ്ഞാൽ ശിവഭഗവാന്റെ ഖണ്ഡത്തിൽ നിന്നും പിറവിയെടുത്തത് കൊണ്ടാണ് ഖണ്ഡകർണം ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദൈവങ്ങൾക്കും അതിൻ്റേതായ ചരിത്രവും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇനി നമ്മളിത് ദൂരെയായിട്ട് കാണുന്നതാണ് വിഷ്ണുമൂർത്തി, ആ ഒരു ദൈവത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഈ ഒരു ക്ഷേത്രത്തിൽ നാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സ്ഥാനവും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവരുടെ കാവിലെ ഉത്സവത്തിൻ്റെ അന്ന് തന്നെയാണ് നാഗങ്ങൾക്കുള്ള പൂജയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ നാഗങ്ങൾക്കുള്ള പൂജയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള പാമ്പുമേക്കാട്ട് കാവിൽ നിന്നുള്ള തന്ത്രികളും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഇവരുടെ നാഗപൂജയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു കാട് പോലെ കാണുന്നതാണ് നാഗസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, കുറച്ച് ദൂരെ നിന്നിട്ട് അത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു കാവിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു രൂപം. അപ്പോൾ നാഷണൽ ഹൈവേയിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക്, അതായത് തലശ്ശേരി കണ്ണൂർ നാഷണൽ ഹൈവേയിൽ നിന്നും നമ്മുടെ ഏകദേശം ഒരു 100-150 മീറ്റർ ദൂരം മാത്രമാണ് ഈ അമ്പലത്തിലേക്ക് ഉള്ളൂ.
ഇപ്പോൾ ട്രെയിനിലൊക്കെ വരുന്നവരാണെന്ന് വെച്ചെങ്കിലും അതുപോലെ KSRTC ബസ്സിലൊക്കെ വരുന്നവർക്കാണെച്ചെങ്കിലും വളരെ പെട്ടെന്ന് ഈ ഒരു അമ്പലത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വർഷം വരാനായിട്ട് ആഗ്രഹം ഉണ്ടെച്ചെങ്കിൽ വരിക, തെയ്യം കണ്ട് ആസ്വദിക്കുക.